എന്ത് സംഭവിച്ചു ഇടക്കാലത്ത് നമുക്ക് വീണ്ടും? ഈ നമ്മൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ മറ്റ് യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർക്കറിയാം, അത് ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യണം. ഒന്ന് ടൈറ്റ് ചെയ്യുക, ഒന്ന് നെട്ടും ബോൾട്ടൊക്കെ ഒന്ന് കൊടുക്കുക, ഒന്ന് ഓയിൽ കൊടുക്കുക, ഒക്കെ ഒന്ന് ടൈറ്റാക്കി ശരിയാക്കി വെച്ചാൽ പിന്നെയും ഓടുമ്പോൾ അത് ലൂസാവും, പിന്നെയും ചെയ്യണം. ഇത് സനാതനധർമ്മത്തിൽ കാലികമായി ഈ ലൂസാവലും ടൈറ്റാക്കലും ലൂസാവലും ടൈറ്റാവലും അല്ല, ടൈറ്റാക്കലാണ് സംഭവിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ലൂസ് സ്വാഭാവികമായിട്ടാവും, ടൈറ്റാവലും സ്വാഭാവികമായിട്ടാവില്ല. അപ്പോൾ ടൈറ്റ് ആക്കണം. വീണ്ടും കുറേ വണ്ടി ഓടുമ്പോൾ പിന്നെയും സർവീസ് ചെയ്യണം, അപ്പോഴും ടൈറ്റ് ആക്കണം. ഇതിടയ്ക്കിടയ്ക്ക് സംഭവിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 1900-കളുടെ ആദ്യം, 1850-കളുടെ മധ്യത്തിൽ ആരംഭിച്ച പ്രവർത്തനം 1900-കളുടെ ആദ്യം വരെ ഒരു പക്ഷേ പുരാണങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത അത്ര മഹാത്മാക്കൾ ഒന്നിച്ചിവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ അവർ തന്ന വീര്യം ഏറ്റുവാങ്ങി ഉയർന്നു. ആ ഉയർച്ചയുടെ പാതയിലാണ് നമ്മളിപ്പോൾ. പക്ഷേ ഉയർച്ചയുടെ പാതയിലാണെങ്കിലും കുറച്ച് ആത്മവിസ്മൃതി വരുന്നുണ്ട്, കുറച്ച് ജാഗ്രത കുറവ് വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് വന്നിട്ടൊന്നുമില്ല, പൂർണ്ണമായി നമ്മൾ നശിച്ചിട്ടൊന്നുമില്ല. നമ്മളെയൊക്കെ കുട്ടികൾ, നമ്മളെയൊക്കെ യുവതലമുറ നമ്മളെക്കാൾ എത്രയോ മികച്ചവരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പലരും യുവസമൂഹത്തെ കുറ്റപ്പെടുത്താറുണ്ട്, കുട്ടികളെ കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തില്ല. എനിക്ക് ഒന്നുറപ്പാണ്, നമ്മളെക്കാൾ മികച്ചവരാണ് നമ്മുടെ മക്കൾ. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ചിലപ്പോൾ 10-9 വയസ്സുള്ള ഒരാളെടുത്ത് കൊടുത്താൽ അയാൾ എനിക്ക് തിരിച്ചും മറിച്ചും നോക്കി ഇത് നമുക്ക് റിപ്പയറിന് കൊടുക്കാമെന്ന് പറയും. നേരെ മറിച്ചൊരു 3 വയസ്സുള്ള കുട്ടീൻ്റെ അടുത്ത് കൊടുത്താൽ, 4 വയസ്സുള്ള കുട്ടീൻ്റെ അടുത്ത് കൊടുത്താൽ അപ്പം കറക്റ്റാക്കി തരും. എൻ്റെ ലാപ്ടോപ്പിന് എന്തെങ്കിലും ഒന്ന് സ്റ്റക്കാവുകയോ ഹാങ് ആവുകയോ ചെയ്താൽ ഒരു സംശയമില്ല, വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പ്, സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതിന് മുമ്പ് ഒരു 5-6 വയസ്സുള്ളൊരു കുട്ടീൻ്റെ അടുത്ത് കൊടുത്താൽ ശരിയാക്കി തരും. അത്ര ബുദ്ധിയും ടെക്നിക്കൽ എബിലിറ്റിയും ഉള്ള കുട്ടികളാണ് നമ്മുടേത്.